സർവീസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അഷ്വേർഡ് പെൻഷൻ നിർത്തലാക്കുന്നു. അഷ്വേർഡ് പെൻഷന് പകരം പങ്കാളിത്ത പെൻഷനിലെ 10% എന്നുള്ള ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ 14% പോകുന്നു എന്നാണ് കേൾക്കുന്നത്. കറക്റ്റ് നമുക്കറിയത്തില്ല, കാര്യം ബഡ്ജറ്റ് സീക്രട്ടാണ്. ഇതെല്ലാം എന്നോട് രാവിലെ പിന്നെ അടുത്ത് വന്നിട്ട് എന്നെ തെറിവിളിക്കാൻ നിൽക്കരുത്. കാരണം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, നമുക്ക് പരസ്യമായും രഹസ്യമായും കിട്ടുന്ന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അത് മാത്രമേ മീഡിയയ്ക്ക് ചെയ്യാൻ പറ്റൂ. ഒരു ദിവസം കിട്ടി വിവരം പെൻഷൻ പ്രായം കൂട്ടാനുള്ള ചില ചിന്തകൾ, അടുത്ത ദിവസം കിട്ടി പെൻഷൻ പ്രായം കൂട്ടിയാൽ ചില സമ്മർദ്ദങ്ങൾ വരുമെന്നുള്ളത് ഇപ്പം കൂട്ടുന്നില്ല. രണ്ടും നമ്മൾ സമൂഹത്തിന് കൊടുത്തു. അതുകൊണ്ട് ഇന്നലെ പറയുന്നതാണ് ഇന്ന് പറയുന്നത്. അത് മീഡിയയ്ക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അഷ്വേർഡ് പെൻഷൻ ഒഴിവാക്കി 14%. ഈ 14% എന്നുള്ളത് ജീവനക്കാരുടെ ഒരു ഡിമാൻഡാണ്. കേന്ദ്ര സർക്കാരിലും അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. NPS വന്നതിന് ശേഷം മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. പല സ്റ്റേറ്റുകളിൽ ഇത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ചില സ്റ്റേറ്റുകളിൽ അഷ്വേർഡ് പെൻഷൻ പോയി. ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ അഷ്വേർഡ് പെൻഷനിലേക്ക് പോയി. ചില സ്റ്റേറ്റുകളിൽ എങ്ങനെ പോയി, കൃത്യമായിട്ടുള്ള പിന്നെ വേറെ രൂപത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പങ്കാളിത്ത പെൻഷൻ വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശതമാനം 14 ആക്കാനുള്ള സാധ്യത. പക്ഷേ അത് ജീവനക്കാർക്കും കൂടി താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് അതിൽ എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. മെഡിസെപ്പ് കൃത്യമായി പുനഃപരിശോധിക്കുമെന്ന് അതിൻ്റെ നിയമവശം. കാര്യം ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് ഉള്ള സാധനം നാളെ രാവിലെ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നിയമവശം നോക്കി മെഡിസെപ്പിനെ പരിഷ്കരിക്കുമെന്നും വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യം അങ്ങനെ. മൂന്നാമത് DA ക്രമപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. DA അതിനകത്തൊരു തമാശ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറയുമ്പോൾ DA കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ 2 DA ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പെൻഷൻ പറ്റിയ ഒരു മാന്യദേഹം എന്നെ വിളിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നു. ഒരു DA ഒരു പ്രാവശ്യം കൊടുക്കാൻ പറ്റും. ഞാൻ DA കുടിശ്ശിക എന്ന് പറഞ്ഞില്ല എന്ന്. ഏത് പൊട്ടനും മനസ്സിലാവൂലേ? ഞാൻ 8 DA കുറിച്ച് പറയുമ്പോൾ അത് DA കുടിശ്ശികയെക്കുറിച്ചാണ്. 8 DA എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ DA കുടിശ്ശികയാന്ന്. എന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. അത് ഒരു DA കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് ഒരു DA? അപ്പോൾ പറഞ്ഞു നിങ്ങൾ കുടിശ്ശിക എന്ന വാക്ക് പറഞ്ഞില്ല. ഇതൊക്കെ സാമാന്യ യുക്തിയല്ലേ? ഇത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വേണ്ട. നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് നിങ്ങളൊക്കെ പെൻഷൻ പറ്റിയവരല്ലേ? അത് ഞാൻ ആരെയും കുറ്റം പറയല്ല. അപ്പോൾ സാങ്കേതികത്വത്തിൽ പിടിച്ച് ഒരു വാക്കിൽ പിടിച്ച് തൂങ്ങി ബഹളം ഉണ്ടാക്കരുത്. അപ്പോൾ DA കുടിശ്ശിക, ഞാൻ അതുകൊണ്ട് DA എന്ന് മാത്രം പറയുന്നത്. DA കുടിശ്ശിക പരിപാടി ക്രമപ്പെടുത്തി DA സമയത്ത് കിട്ടാനുള്ള സംവിധാനം ചെയ്യും എന്നും ഗവൺമെൻറ് പറയുന്നുണ്ട്. അപ്പോൾ അഷ്വേർഡ് പെൻഷൻ ഇല്ലാതാവുന്നു. പിന്നെ ശമ്പള പരിഷ്കരണം, അത് അടുത്തൊരു ചോദ്യം വന്നിട്ടാണ് എന്നോട് ചോദിച്ചത്. ശമ്പള പരിഷ്കരണ കമ്മീഷനിലെ ഡോക്ടർ VP ജോയിയെ നിലനിർത്തിക്കൊണ്ട്, ഡോക്ടറല്ല VP ജോയിയെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. രാജഗോപാലൻ നായർ രാജിവെച്ചു എന്നാണ് കേൾക്കുന്നത്. 3 മാസത്തിനകത്ത് ശമ്പള പരിഷ്കരണം വരുമെന്ന് ബാലഗോപാൽ കമ്മിറ്റി വച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു ഇത് ഉടായ്പാണ്, ഒരു കാരണവശാലും 3 മാസത്തിൽ വരാൻ പറ്റില്ല. മാർച്ച് മാസം ആദ്യം വെച്ചു, ഏപ്രിൽ മെയ് ജൂൺ ആദ്യം വരേണ്ടിയിരുന്നു. എങ്ങനെ വരും? അവർ ഒരു പണിയും തുടങ്ങിയില്ല. ഒരു ഓഫീസ് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ചെയ്തതല്ലാതെ ഒരു പണിയും തുടങ്ങിയില്ല. ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഇനി പുതിയ കമ്മീഷൻ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചീഫ് സെക്രട്ടറിയെ നിലനിർത്താം. എന്തായാലും അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ആയിട്ടുള്ള ഒരാളെ വെച്ചിരുന്നു. അവരില്ല, അവരിനി ഉണ്ടാവില്ല. അവർ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്, അവരിനി ഉണ്ടാവില്ല. രാജഗോപാലൻ നായർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ദേവസ്വം ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അഡീഷണൽ സെക്രട്ടറി ആയിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് LDFൻ്റെ ഒരാളിനെയാണ് വെച്ചിരുന്നത്. അവരും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനിയെല്ലാം UDFകാരായിരിക്കും വരുന്നത്. അപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പുതുക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് സമയം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ കൃത്യമായി ഇത് പറഞ്ഞതാണ്. നമ്മൾ ഈ ചാനലിൽ തന്നെ പറഞ്ഞതാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ കഴിഞ്ഞ ഗവൺമെൻറ് വെച്ചത് ഒരു തക്കട തരികട പരിപാടിയായിരുന്നു. കാര്യം 3 മാസം കൊണ്ടത് കിട്ടില്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ പ്രഖ്യാപിച്ചു. മാർച്ച് മാസത്തിൽ പരിഷ്കരണ കമ്മീഷനെ വയ്ക്കുന്നു. മാർച്ച് ഉടനെ തന്നെ തെരഞ്ഞെടുപ്പും വരുന്നു. ഒരുപാട് സിറ്റിംഗ് നടത്താം. നമുക്ക് ചോദിക്കാനുണ്ട്, AI കൊണ്ട് വന്നാൽ പോലെ കമ്പ്യൂട്ടറിലിട്ട് കണക്കൂട്ടിയാൽ പോലെ. അങ്ങനല്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ അനാമലികളെ സംബന്ധിച്ച് ഒരുപാട് ലെറ്ററുകൾ വരും. അതൊക്കെ പരിശോധിക്കണം. ഇപ്രാവശ്യത്തെ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യണം. പൊളിറ്റിക്കൽ പാർട്ടികളുമായി ചിലപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരും. ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. അതൊക്കെ AI വഴി ചെയ്യാൻ പറ്റുന്നതല്ല. അതെല്ലാം മാനുവലായി തന്നെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മുഖാമുഖം ഇരുന്ന് നടത്തേണ്ട ചർച്ചയുണ്ട്. ഓൺലൈനിൽ നടത്തേണ്ട ചർച്ചകളുണ്ട്. ഈ ചർച്ചകൾ ഒരിക്കലും ഒരു AI ടൂളിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലോ. ആളുകൾ മുഖാമുഖം ഇരുന്ന് തർക്കം പറഞ്ഞ് തീർക്കുന്നത് അങ്ങനെ തീർക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ അതിനൊക്കെയുള്ള സമയം ആവശ്യമുണ്ട്. ആ സമയം വേണം എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചിന്തിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷൻ വീണ്ടും പുതുക്കാൻ സാധ്യതയുണ്ട്. അതിനെ സംബന്ധിച്ചും ബഡ്ജറ്റിൽ വിസ്മയങ്ങൾ വരാം. അപ്പോൾ അഷ്വേർഡ് പെൻഷൻ ഇല്ലാതാവുന്നു, പങ്കാളിത്ത പെൻഷൻ വീണ്ടും വരുന്നു. അതിനകത്ത് 14% എന്നുള്ളത് ചിലപ്പോൾ കയറി വരും, ചിലപ്പോൾ കൂടുതൽ വരും. അതുപോലെ തന്നെ DA ക്രമപ്പെടുത്തുന്നു. DA കുടിശ്ശിക കൂടുതലുള്ളത് പെട്ടെന്ന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ വരുന്നു. മെഡിസെപ്പ് പുനരാവിഷ്കരിക്കാനുള്ള സാധ്യതകൾ. അപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് അവസാന വർഷങ്ങളിൽ ചെയ്ത എല്ലാ കാര്യങ്ങളെയും
റീവിസിറ്റ് ചെയ്യുന്നു, ആവശ്യമുള്ളത് റീഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. റീവിസിറ്റ് ആൻഡ് റീഡിസൈൻ.